ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന 4 തൊഴിൽ കോഡുകളെ സ്വാഗതം ചെയ്ത് വ്യവസായ തൊഴിൽ സംഘടനകളും സമൂഹവും. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം വിതരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കേരളത്തിൽ നാളെ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. 56ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 3ാം ദിനമായ ഇന്ന് ആഗോള സിനിമയ്ക്കൊപ്പം 50-ലധികം വനിതാ സംവിധായകരും അണിനിരക്കുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഗുവാഹത്തിയിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ ഇന്ന് ആരംഭിക്കുന്ന G20 നേതാക്കളുടെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സുസ്ഥിര വികസനം, കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ, ഊർജ്ജ പരിവർത്തനം, ആഗോള ഭരണത്തിലെ പരിഷ്കാരങ്ങൾ ഉൾപ്പെടെയുള്ള മുൻഗണനാ വിഷയങ്ങൾ പ്രധാനമന്ത്രി അവതരിപ്പിക്കും. ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക നേതൃതല യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. 2014-ൽ അധികാരമേറ്റതിനു ശേഷം പ്രധാനമന്ത്രി മോദിയുടെ 12ാമത് G20 ഉച്ചകോടിയാണിത്. ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി മോദി ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമാഫോസയുമായും മറ്റ് നിരവധി ലോക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. 2023-ൽ ഇന്ത്യയുടെ G20 അധ്യക്ഷ കാലയളവിലാണ് ആഫ്രിക്കൻ യൂണിയൻ കൂട്ടായ്മയിൽ അംഗമാകുന്നത്. ആഫ്രിക്കയിൽ നടക്കുന്ന പ്രഥമ G20 ഉച്ചകോടിയാണിത്. ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത എന്നതാണ് ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. ജോഹന്നാസ്ബർഗിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി ചർച്ച നടത്തി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യൻ വംശജരായ ടെക് സംരംഭകരുമായും ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി സംവദിച്ചു. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള സൌഹൃദത്തിന്റെ ചരിത്രപരമായ ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുന്നതിൽ ഇന്ത്യൻ പ്രവാസികളുടെ സംഭാവനയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആഗോള ദുരിതങ്ങൾ ലഘൂകരിക്കാൻ അധികാരം ഉപയോഗിക്കണമെന്ന് G20 രാജ്യങ്ങളോട് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭ്യർത്ഥിച്ചു. ദുരിതങ്ങൾ ലഘൂകരിക്കാനും ലോകത്തെ കൂടുതൽ സമാധാനപരമായ പാതയിലേക്ക് നയിക്കാനും G20 രാജ്യങ്ങൾക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ജോഹന്നാസ്ബർഗിലെത്തിയ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ആഗോള സ്ഥാപനങ്ങളിൽ ആഫ്രിക്കയ്ക്ക് പ്രാതിനിധ്യം കുറവാണെന്നും ഇത് മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തി സന്ദർശിക്കും. ശ്രീ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിംഗിന്റെ 44ാമത് ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാളെ നടക്കുന്ന ശ്രീ സത്യസായി ബാബയുടെ ശതാബ്ദി ആഘോഷങ്ങളിലും അദ്ദേഹം മുഖ്യാതിഥിയാകും. ആഗോള സംഘർഷങ്ങൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് ആധുനിക ലോകത്തിന് പുതിയ അന്താരാഷ്ട്ര സംവിധാനങ്ങൾ ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ നടന്ന ചീഫ് ജസ്റ്റിസുമാരുടെ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്രായേൽ, ഹമാസ്, യുക്രൈൻ, റഷ്യ തുടങ്ങിയ സംഘർഷങ്ങളിലും സുഡാനിലെ മാനുഷിക പ്രതിസന്ധിയിലും UN-ന് കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാമായിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യ എല്ലായ്പ്പോഴും അന്താരാഷ്ട്ര നിയമത്തെ ബഹുമാനിക്കുകയും ബഹുമുഖ സഹകരണത്തെ വിലമതിക്കുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രമാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. नई दुनिया को एक नए यूनाइटेड नेशंस की आवश्यकता है. नए यूनाइटेड नेशन से मेरा आशय किसी नई संस्था के निर्माण से नहीं है, बल्कि इसका अर्थ है कि उसी संस्था को एक नई ऊर्जा, नई कार्यशैली और नए दृष्टिकोण के साथ पुनर्जीवित किया जाए. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 180ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച യൂണിറ്റി മാർച്ച് കേന്ദ്രമന്ത്രി JP നഡ്ഡ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഏക ഭാരതം, ശ്രേഷ്ഠ ഭാരതം, വികസിത ഭാരതം, സ്വയം പര്യാപ്ത ഇന്ത്യ എന്നിവയിലേക്ക് രാജ്യത്തെ നയിക്കാൻ യുവാക്കളെ പ്രചോദിപ്പിക്കുക എന്നതാണ് സർദാർ പട്ടേലിനോടുള്ള യഥാർത്ഥ ആദരമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നു. ബന്ധപ്പെട്ട വരണാധികാരികളാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തുന്നത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്വീകരിക്കപ്പെട്ട പത്രികകൾ സമർപ്പിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കും. ഇന്നലെ വൈകുന്നേരം 3 മണിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചിരുന്നു. കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോം വിതരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. 99% ഫോമുകളുടെ വിതരണം പൂർത്തിയാക്കി. ശേഷിക്കുന്ന ഫോമുകളുടെ വിതരണം ഇന്നും നാളെയുമായി പൂർത്തിയാക്കുമെന്നും പൂരിപ്പിച്ച ഫോമുകളിൽ 26,46,414 ഫോമുകൾ അപ്ലോഡ് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫോമുകൾ അപ്ലോഡ് ചെയ്യാൻ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ 1,20,000 ഫോമുകൾ തിരികെ ലഭിക്കാനുണ്ടെന്നും അറിയിച്ചു. രാജ്യത്ത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തൊഴിൽ നിയമങ്ങൾ ലളിതമാക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള 4 പുതിയ തൊഴിൽ കോഡുകൾ ഇന്നലെ മുതൽ നിലവിൽ വന്നു. 2019 വേതന കോഡ്, 2020 ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്, 2020 സാമൂഹിക സുരക്ഷാ കോഡ്, 2020 തൊഴിൽ സുരക്ഷ, ആരോഗ്യം, ജോലി സാഹചര്യ കോഡ് എന്നിവയാണ് പ്രാബല്യത്തിലായത്. ഈ പരിഷ്കാരങ്ങൾ വെറും സാധാരണ മാറ്റങ്ങൾ മാത്രമല്ല, രാജ്യത്തെ ഓരോ തൊഴിലാളിക്കും അന്തസ്സ് ഉറപ്പു നൽകുന്നതാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 4 തൊഴിൽ കോഡുകൾ നടപ്പിലാക്കിയതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രശംസിച്ചു. രാജ്യത്ത് 4 തൊഴിൽ കോഡുകൾ നടപ്പിലാക്കിയതിനെ വ്യവസായ സംഘടനകളും കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളും സ്വാഗതം ചെയ്തു. ഇത് ഔപചാരിക തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ രംഗം വികസിപ്പിക്കുന്നതിനുമുള്ള ചലനാത്മക നാഴികക്കല്ലാണെന്ന് അവർ പറഞ്ഞു. ഒരു റിപ്പോർട്ട്. തൊഴിൽ നിയമങ്ങൾ നവീകരിക്കുന്നതിലൂടെയും മാന്യമായ തൊഴിൽ സാഹചര്യങ്ങൾ, ന്യായമായ വേതനം, എല്ലാ മേഖലകളിലുമുള്ള തൊഴിലാളികൾക്ക് ദീർഘകാല സംരക്ഷണം ഉറപ്പാക്കുന്നതിലൂടെയും 4 തൊഴിൽ കോഡുകൾ ഒരു പ്രധാന പരിഷ്കാരമായി അടയാളപ്പെടുത്തുന്നു. സാങ്കേതികവിദ്യ, സ്റ്റാഫിംഗ്, കൺസൾട്ടിംഗ്, നിയമ മേഖലകളിലെ വ്യവസായ നേതാക്കൾ പരിഷ്കരണ നീക്കത്തെ പ്രശംസിച്ചു. ഇന്ത്യയുടെ തൊഴിൽ പരിഷ്കരണ യാത്രയിലെ സുപ്രധാന ചുവടുവയ്പാണിതെന്ന് ഇന്ത്യൻ ടെക്നോളജി വ്യവസായത്തിന്റെ വ്യാപാര സംഘടനയായ നാസ്കോം പറഞ്ഞു. ഇന്ത്യൻ സ്റ്റാഫിംഗ് ഫെഡറേഷനും കോഡുകളെ സ്വാഗതം ചെയ്തു. ഇന്ത്യയുടെ തൊഴിൽ കോഡുകൾ ശക്തവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾക്കായുള്ള ആഗോള ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുന്നുവെന്ന് ഇന്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ നാളെ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകളും തുറന്നു. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചു. 56ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഇന്ന് 3ാം ദിവസത്തിലേക്ക് കടന്നു. സിനിമ, പ്രതിഭ, ആഗോള പങ്കാളിത്തം എന്നിവയുടെ സംയോജനമായി ചലച്ചിത്രമേള മാറി. ആദ്യമായി 50ലധികം വനിതാ സംവിധായകർ അവരുടെ സിനിമകൾ അവതരിപ്പിക്കുന്നു. ഇന്ന് സിമ്പിൾ ദുഗറിന്റെ ലോകമാതാദേവി അഹല്യാഭായ് എന്ന ചിത്രം പ്രദർശനത്തിനുണ്ട്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഗുവാഹത്തിയിൽ പുരോഗമിക്കുന്നു. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യുന്ന ദക്ഷിണാഫ്രിക്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2 വിക്കറ്റിന് 135 റൺസ് എന്ന നിലയിലാണ്. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കായിരുന്നു വിജയം. സ്വർണ്ണവിലയിൽ വർധന. പവന് 1,360 രൂപ വർദ്ധിച്ച് 92,280 രൂപയാണ് ഇന്നത്തെ വില. വിയറ്റ്നാമിൽ പേമാരിയെ തുടർന്നുള്ള വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും 40 പേർ മരിച്ചു. മധ്യ വിയറ്റ്നാമിലെ വിവിധ പ്രവിശ്യകളിൽ നിന്ന് 10,000-കണക്കിന് താമസക്കാരെ രക്ഷാപ്രവർത്തകർ ഒഴിപ്പിച്ചു. 50,000-ലധികം വീടുകൾ വെള്ളത്തിനടിയിലായി. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന സമാധാന പദ്ധതി യുക്രൈൻ നിരസിച്ചാൽ റഷ്യൻ സൈന്യം കൂടുതൽ മുന്നേറുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകി. റഷ്യൻ സുരക്ഷാ കൌൺസിലിന്റെ യോഗത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യവെയാണ് പ്രസിഡന്റ് പുടിന്റെ പ്രതികരണം. അതേസമയം സമാധാന പദ്ധതി അംഗീകരിച്ചാൽ യുക്രൈന് അതിന്റെ അന്തസ്സും സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുമെന്നും അംഗീകരിക്കാതിരുന്നാൽ യുഎസ് സമാധാന പദ്ധതിയോടുള്ള വാഷിംഗ്ടണിന്റെ പിന്തുണ നഷ്ടപ്പെട്ടേക്കാമെന്നും പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ദക്ഷിണാഫ്രിക്കയിലെ ജോഹനാസ്ബർഗിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന 4 തൊഴിൽ കോഡുകളെ സ്വാഗതം ചെയ്ത് വ്യവസായ തൊഴിൽ സംഘടനകളും സമൂഹവും. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം വിതരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കേരളത്തിൽ നാളെ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. 56ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 3ാം ദിനമായ ഇന്ന്
ആഗോള സിനിമയ്ക്കൊപ്പം 50-ലധികം വനിതാ സംവിധായകരും അണിനിരക്കുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഗുവാഹത്തിയിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.